പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ സംരക്ഷിക്കുന്നത് CPM ആണ്. പൂക്കോട് കോളേജ് SFIക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള കോളേജാണ്. ആ കോളേജിൽ ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ, അവരെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവരെ സംരക്ഷിക്കുന്നതും അവരെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളതും. കഴിഞ്ഞ കാലങ്ങളിലും കേരളത്തെ നടുക്കിയ നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ, TP ചന്ദ്രശേഖരൻ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളെ സംരക്ഷിച്ചത് എങ്ങനെയാണ് എന്ന് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അന്ന് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കിട്ടിയത് മുടക്കോഴി മലയിലാണ്. MV ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത്, സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ഏത് മുടക്കോഴി മലയിലാണ് ഇതേപോലെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയണം. പ്രതികൾക്കെതിരായിട്ട് ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം, റാഗിങ് തുടങ്ങിയിട്ടുള്ള പല വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ്. വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള ഒരർത്ഥത്തിൽ കൊലപാതകവുമാണ്. ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു ലഹരി മാഫിയ ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള SFI നേതൃത്വത്തിൻ്റെ കീഴിൽ പൂക്കോട് കോളേജിൽ ഈ സംഭവത്തിന് മുഴുവൻ നേതൃത്വം നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ നിരവധി സംഭവങ്ങളിൽ SFI DYFI നേതാക്കന്മാർ ലഹരി കടത്തിനും ലഹരി ഉപയോഗത്തിനുമൊക്കെ നേതൃത്വം നൽകുന്നവരാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് നിരവധി സംഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. വാസ്തവത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ കുറച്ചു കാലം മുമ്പ് SFIക്കാരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരായിട്ട് വലിയ രോഷം പ്രകടിപ്പിച്ചിരുന്നു. ബഹുമാന്യനായിട്ടുള്ള ഗവർണർ വിളിച്ചത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട സംഭവമാണ് ഇപ്പോൾ പൂക്കോട് കോളേജിൽ നടന്നത്, പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സംഭവത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സമീപനം, കോളേജ് ഡീൻ പ്രതികളെ സഹായിച്ചു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡീനും അസിസ്റ്റന്റ് കോളേജ് വാർഡനും അടക്കമുള്ള ആളുകളെ എന്തുകൊണ്ട് സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നില്ല? കാരണം അവരെ കൂടി ഈ കുറ്റകൃത്യം